യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ. ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ. ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും. പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും. പ്രഭോ എന്നിൽ കനിയേണമേ, പ്രഭോ എൻ്റെ ഹൃദയത്തിൽ വാഴേണമേ. പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും. പ്രഭോ എന്നിൽ കനിയേണമേ, പ്രഭോ നിന്റെ സ്നേഹം ചൊരിയേണമേ. പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ. ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ. കൊച്ചുവേട്ടൻ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുവാൻ ഇന്നിവിടെ എത്തിച്ചേർന്ന ഏവർക്കും അതീവ ഹൃദ്യമായ ഒരു സായാഹ്നം ആശംസിക്കുന്നു. കൊച്ചുവേട്ടൻ കുടുംബസംഗമം
കുടുംബാംഗങ്ങൾക്കും പരസ്പരം അറിയുവാനും ആശയവിനിമയം നടത്തുവാനും ഈ സായം സന്ധ്യയിൽ ഇവിടെ വേദിയൊരുക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ അന്യമായി കൊണ്ടിരിക്കുന്ന ആധുനിക യുഗത്തിൽ ബന്ധങ്ങൾ നിലനിർത്തുവാനും വളർത്തുവാനും നമ്മുടെ തനതായ പാരമ്പര്യം വരും തലമുറയിലേക്ക് പകർന്നു നൽകാനും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ അവസരമൊരുക്കും. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യഘട്ടങ്ങളിൽ സാമ്പത്തികപരവും വിദ്യാഭ്യാസപരവും തൊഴിൽപരവും ആരോഗ്യപരവുമായ കാര്യങ്ങൾക്ക് നമ്മളാൽ കഴിവുള്ള സഹായം നൽകുക എന്നതും ഈ കുടുംബ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിനകത്തും പുറത്തുമായി പടർന്നു പന്തലിച്ചിട്ടുള്ള കൊച്ചുവീട്ടിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ബന്ധങ്ങൾ കണിമുറിഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഏതൊരു സംരംഭവും വിജയത്തിലെത്താൻ പ്രാർത്ഥന അനിവാര്യമാണ്. സന്തോഷനിർഭരമായ ഈ വേളയിൽ ഈശ്വരാനുഗ്രഹം ത്യാഗിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാര്യപരിപാടികളിലേക്ക് പ്രവേശിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ദിൽസ എൽസ ജോർജിനെ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഏവർക്കും എഴുന്നേൽക്കാം. ബൈബിൾ പാരായണം ജിംസ പീറ്റർ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന് 15-ാം അധ്യായം. ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാവരെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. മനുഷ്യന്റെ കരവേലയുടെ ദുഷ്പ്രേരണയോ ചിത്രകാരന്റെ നിഷ്ഫലയത്നമായ വർണ്ണാഞ്ചിതമായ ചിത്രങ്ങളോ ഞങ്ങളെ വ്യതിചലിപ്പിക്കുകയില്ല. അവയുടെ രൂപം മൂഢരെ ആവേശം കൊള്ളിക്കുന്നു. നിർജീവ വിഗ്രഹങ്ങളുടെ ജഡരൂപം അവരെ മോഹിപ്പിക്കുന്നു. അവ നിർമ്മിക്കുകയോ ആഗ്രഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവർ തിന്മയുടെ കവിതാക്കളാണ്.
അവയിൽ കവിഞ്ഞ് ഒന്നിലും ആശ്രയിക്കാൻ അവർക്ക് അർഹതയില്ല. കുശവൻ കളിമണ്ണ് കുഴച്ച് കിടന്നു പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഒരേ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവൻ ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോന്നിൻ്റെയും ഉപയോഗം അവനാണ് നിർണയിക്കുന്നത്. അല്പകാലം മുൻപ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് വിഫലമായി അതേ മണ്ണിൽ നിന്ന് വ്യാജ ദൈവത്തെ മെനയുന്നത്. തനിക്ക് മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നില്ല. എന്നാൽ അവൻ സ്വർണം, വെള്ളി എന്നിവയിൽ പണിയുന്നവരോട് മത്സരിക്കുന്നു, ചെമ്പുപണിക്കാരെ അനുകരിക്കുന്നു, വ്യാജ ദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു. അവൻ്റെ ഹൃദയം ചാമ്പലും പ്രത്യാശ കുപ്പയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസ്സാരവുമാണ്. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗത്തിനായി കൊച്ചുവീട്ടിൽ കുടുംബസംഘത്തിന്റെ സെക്രട്ടറി സാജൻ കൊച്ചുവീട്ടിലിനെ ക്ഷണിക്കും. സ്നേഹബഹുമാനപ്പെട്ട കുടുംബത്തിൻ്റെ പ്രസിഡന്റ് അനീഷായി, വൈസ് പ്രസിഡന്റ് ജ്യോതി സാർ, യോഗത്തിലേക്ക് കടന്നു വേണ്ട നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും വളരെ നാളത്തെ ചിന്തകൾക്കും സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരമാണ് ഈ സായം സമിതിയിൽ ചമ്മകൽ സെൻറ് ജോസഫ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളുകളായി പലരും അടക്കം പറഞ്ഞ് നമുക്കിങ്ങനൊരു എല്ലാവരും കൂടി കാണണം, നമുക്കൊന്ന് സമ്മേളിക്കണം എന്ന് പറഞ്ഞ് നാളുകൾ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ ചുറ്റുവട്ടം ഉണ്ടായിരുന്ന കുറേ പേർ, ഒരു 7-8 പേര് കഴിഞ്ഞ 5 പ്രാവശ്യത്തെ മീറ്റിങ്ങുകൾ കൂടി ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് ആരെയും വിട്ടുപോകാതെ എല്ലാവരെയും വിളിച്ചു ചേർക്കണം എന്ന് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് വൈകുന്നേരം നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതിന് ആദ്യമേ തന്നെ നമുക്ക് ദൈവത്തിനുള്ള ഈ കാലയളവിൽ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം നമുക്ക് ഓർമ്മട്ടുണ്ടായിരുന്നു വന്നുപോയി. ഫേസ്ബുക്ക്, വാട്സപ്പ്, മൊബൈൽ ഫോൺ ഇതുപോലുള്ള ആധുനിക സൗകര്യങ്ങൾ നമുക്ക് വന്നു പോവുകയാണ്. പക്ഷേ ഇതെല്ലാം ബന്ധങ്ങളെ അടുപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ബന്ധങ്ങൾ ശിഥിലമാക്കുകയാണെന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ദൂരെ നിന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ എല്ലാം മാറി ഇന്ന് കരുതുകയാണ്. പണ്ട് നാളിൽ കല്യാണം പോയി വീട്ടിൽ ചെല്ലുകയായിരുന്നു, ഇന്ന് ഫോണിൽ വിളിച്ചാൽ മതി, ഇനിയിപ്പം നാളെ മുതൽ ചിലപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടാൽ മതി എന്ന് പറയുന്നവരുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ശിഥിലമാവുകയാണ്. പണ്ട് പക്ഷേ എന്നേക്കാൾ പ്രായമായവർ അറിയായിരുന്നു ഒരു കല്യാണം നടത്തണമെങ്കിൽ അയൽവക്കത്തുള്ളവരും സ്വന്തക്കാരും തലേ ദിവസം ആ രാത്രി ഒത്തുകൂടി 12 പാചകം നടത്തി കല്യാണം നടക്കുന്നു. ആ ബന്ധങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. കാരണം ഇന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാം, എൻ്റെ മക്കൾക്ക് പോലും ഈ മാർഗത്തിലല്ല നമ്മുടെ കുടുംബത്തിലെ കൊച്ചുമക്കളെ അറിയാൻ പറ്റുന്നത് വളരെ വസ്തുത തന്നെയാണ്. അപ്പം പിന്നെ അതിലുള്ളവരുടെ കാര്യം പറയാനുള്ളത് കൃത്യമായിട്ട് പറയട്ടെ, നമ്മുടെ ഒരു വലിയപ്പൻ്റെ ഒരു കുടുംബത്തെ പോലും നമ്മൾ മറന്നു പോകുന്ന സത്യം തന്നെയാണ്. അത് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമല്ല. അതിനുശേഷം നമ്മളത് കണ്ടുപിടിച്ചു, അവരെല്ലാം വിളിച്ചു, അവർ വളരെ സന്തോഷത്തോടു കൂടി വന്നു ചേർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അവിടുത്തെ സത്യാവസ്ഥ. അപ്പോൾ ഞാൻ ഇത് നമ്മൾ ഓൾറെഡി മീറ്റിംഗ് താമസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്തേണ്ടത് 100 വർഷത്തിലധികം പഴക്കമുള്ള നമ്മുടെ ഈ മാതൃ ഇടവകയിൽ നാം എല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ഇടവകയുടെ വികാരിയച്ഛനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ സംബന്ധിച്ചിട്ടുള്ളത്. അച്ഛൻ വളരെ അധികം തിരക്കുകളുള്ള ആളാണ് എന്ന് നമ്മുടെ ഇടവകക്കാർക്കറിയാം. 610 വീട്ടുകാരുള്ള ഒരു ഇടവകയാണ്. ഒരു അച്ഛൻ തന്നെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ വളരെ രസകരമായ ഒരു കാര്യം. കാരണം അച്ഛനൊന്നും നിന്ന് തിരിയാൻ പോലും സമയമില്ല. കാരണം അച്ഛനെ വളരെ പേഴ്സണലായിട്ടൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്.
ഒത്തിരി വളരെയധികം തിരക്കുകളുണ്ട്. ആ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി അതിനെന്താ സാധ്യത വരാമല്ലോ എന്നുള്ള ആ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്കറിയാം കൂടുതലൊന്നും പിന്നെ അച്ഛനടുത്ത് പറയേണ്ട, ഓർമ്മിപ്പിക്കേണ്ട എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അത്ര സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അധികമൊന്നും ഞാൻ പറയുന്നില്ല, വളരെ നല്ലൊരു ആധ്യാത്മിക ഗുരുവാണ്. പ്രാർത്ഥനയിലാണെങ്കിലും ഭൗതിക കാര്യങ്ങളിലാണെങ്കിൽ പോലും അച്ഛൻ്റെ ആധ്യാത്മികത മറ്റച്ഛന്മാർക്ക് ഒരു മാതൃകയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ചെറിയൊരു സംഭവം പറയാം. ഇപ്പോൾ ഇവിടെ ഒരു പള്ളിമേടയുടെ പണി നടക്കുകയാണ്. അപ്പോൾ അച്ഛനൊരു തോന്നലുണ്ടായി, ആ പള്ളിമേടയിലേക്ക് അച്ഛൻ വികാരിയച്ഛൻ താമസം മാറുമ്പോൾ ഈ ഇടവകയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തെ നമുക്ക് ഇടവകക്കാർക്ക് ഒരു കുരയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം എന്നുള്ള അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം മനസ്സിലുണ്ടെന്നല്ലാതെ സ്ഥലമോ അതിനുള്ള പണമോ ഒന്നും കണ്ടില്ല. പക്ഷേ അച്ഛൻ്റെ നിശ്ചയദാർഢ്യവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും യാഥാർത്ഥ്യമായി ഇവിടെ ഇടവകക്കാരെ 40 സെന്റ് സ്ഥലം അതിനുവേണ്ടി ഇടവകയ്ക്ക് വേണ്ടി കൊടുത്തു. അതിനുവേണ്ടി അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ സ്ഥിരോത്സാഹവുമാണ്. ഇന്നലെ ആ വീടിൻ്റെ വാക്ക് കഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന മാസം 17-ാം തീയതി ഇതിൻ്റെ കൂതാശ, ഇവിടുത്തെ പള്ളിമേടയുടെ കൂതാശ നടക്കുമ്പോൾ നിസ്സംശയം പറയാൻ കഴിയും, ആ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കാൻ കഴിയും. അതിന് പിന്നിൽ അച്ഛൻ്റെ പരിശ്രമവും പ്രാർത്ഥനയും ഒന്ന് മാത്രമാണ്. അതുപോലെ നല്ലൊരു ഗുരുവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൽ കവിഞ്ഞ് നമുക്ക് മറ്റൊരാളെ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഈ ഉദ്ഘാടന വേളയിലേക്ക് നമുക്ക് ക്ഷണിക്കുവാനായില്ല. അതുകൊണ്ട് സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛനെ എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഏവരുടെയും പേരിലും ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഞാൻ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രസിഡന്റ് അനീഷാനാണ്. അനീഷാനെ പറ്റി അധികം പറയേണ്ടതില്ല, കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഊർജ്ജസ്വലനായ അനീഷാനാണ് നമ്മുടെ ഇതിൻ്റെ പ്രഥമ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അനീഷാനെ ഒറ്റ വാക്കിൽ തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തത് സ്വാഗതം ചെയ്യാനുള്ളത് ആശംസ പ്രസംഗം അർപ്പിക്കാനായി ഇവിടെ നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ അനുവിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് അടുത്ത ആശംസാ പ്രസംഗം നടന്ന ജോ കേറ്റി അപ്പച്ചനെയാണ്. ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു. പാലാക്കുലെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കുമാണ്. കാരണം വളരെ ദൂരെ യാത്ര ചെയ്ത പ്രായത്തെയും ലോകത്തെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് മലബാറിലും മറ്റും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അപ്പച്ചന്മാരെയും മറ്റ് സഹോദരന്മാരെയും കുഞ്ഞുമക്കളെയും എല്ലാവരെയും ഒരു വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നടത്തുന്നു. അടുത്തതായി വിവാഹം ചെയ്ത് കൊച്ചുവീട്ടിൽ എന്ന വീട്ടുപേരിൽ മാറി താമസിച്ചതാണ് കൊച്ചുവീട്ടിൽ കുടുംബത്തിന്റെ തുടക്കം. ഉലഹന്നാൻ എന്ന വലിയ വല്യപ്പച്ചനിൽ തുടങ്ങി നമ്മുടെ കുടുംബം ഇന്ന് 6ാമത്തെ തലമുറയിൽ എത്തി നിൽക്കുകയാണ്. മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരുടെ ദൈവാശ്രയവും കഠിനാധ്വാനവും പരസ്പര ഐക്യവും സാമൂഹ്യ പ്രതിബദ്ധതയുമാണ് നമ്മുടെ അടിത്തറ. നമ്മുടെ പൂർവികർക്ക് അർഹമായ സ്നേഹബഹുമാനങ്ങൾ നൽകുകയെന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെന്നതും നാം ഓരോരുത്തരുടെയും കടമയാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ പിതാമഹന്മാരുടെ അനുഗ്രഹാശിസോടെ നമുക്ക് ഈ കുടുംബസംഗമം ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി സിസ്റ്റർ അനു കൊച്ചുവീട്ടിലിനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും വിധികർത്താവുമായ ദൈവമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ പൂർവികരെ അനുഗ്രഹീതരുടെ ഗണത്തെ ചേർക്കണമേ. ഞങ്ങളുടെ പൂർവികർ ചെയ്തിട്ടുള്ള പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നീ ഇന്ന് എന്നോട് കൂടെ പരദീസങ്ങളിൽ
സ്വർഗത്തിലായിരിക്കും എന്ന് നല്ല കണ്ണനോട് അരുളി ചെയ്ത കർത്താവേ, ഈ ദാസനെയും സ്വർഗീയ പരദേശായി ചേർക്കണമേ. സകലത്തിന്റെയും നാഥാനേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്റെ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളുടെ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശ്വരന്റെ തിരിച്ചോടെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയായിരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരെ ഏൽപ്പിച്ചുകൊണ്ട് ദുഃഖിതരെ ആശ്വസിപ്പിച്ച കർത്താവേ, ഈ സമൂഹത്തെ കടാക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ പൂർവികരെ ഓരോരുത്തരെയും അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തെ ചേർക്കണമേ. കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവർക്ക് സ്വർഗഭാഗ്യം വാഗ്ദാനം ചെയ്തിട്ടുള്ള കർത്താവേ, ഞങ്ങളുടെ പൂർവികരുടെ എളിയ സേവനങ്ങളും സൽപ്രവൃത്തികളും പരിഗണിച്ച് അവരെ അങ്ങയുടെ മഹത്വത്തിൽ പങ്കാളികളാക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥാനേക്ക് ആമേൻ. ഉദ്ഘാടന കർമ്മമാണ്. കൊച്ചുവീട്ടിൽ കുടുംബത്തിന്റെ മാതൃദേവാലയമായ ചമ്പക്കര പള്ളി വികാരി റവറൻഡ് ഫാദർ സ്കറിയാസ് സ്വാമികളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിശ്വാസ പാരമ്പര്യത്തിൽ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചമ്പക്കര ഇടവക ഇന്ന് 600-ലേറെ കുടുംബങ്ങളുള്ള ഒരു വലിയ ഇടവകയായി വളർന്നു പന്തലിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ ഇടവകയിലെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിലും വളരെ സന്തോഷപൂർവ്വം നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയ സിജിമോൻ അച്ഛനെ കൊച്ചുവീട്ടിൽ കുടുംബ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി നിർവഹിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുവീട്ടിലെ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സിസ്റ്ററെ, എല്ലാവർക്കും തന്നെ എല്ലാ നന്മകളും ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം നാളെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുകയാണ്. അതിൻ്റെ എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുന്നു. നമ്മൾ വളരെ അർത്ഥപൂർണമായ ഒരു ചടങ്ങ് ഇതിനു മുൻപ് ഉദ്ഘാടനത്തിന് മുൻപായിട്ട് നടത്തി പൂർവികരെ അനുസ്മരിക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. ഇന്ന് കൊച്ചുവീട്ടിൽ കുടുംബം ഇത്രമാത്രം ആളുകൾ അറിയപ്പെടുന്ന ഒരു കുടുംബമായി തീർന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പൂർവികരുടെ ഒത്തിരിയേറെ പ്രാർത്ഥനയും സഹനങ്ങളും സഹകരണവും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പൂർവികരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു കൊച്ചുവീട്ടിൽ കുടുംബം എന്ന് പറയുന്നത് ഇത്രമാത്രം ശാഖകളും ഉപശാഖകളുമായിട്ട് വളരുമായിരുന്നില്ല. നമ്മളെപ്പോഴും നന്ദിയോടെ ഓർക്കേണ്ട ഒരു സമൂഹമാണ് നമ്മുടെ പൂർവികരുടെ. അത് ഏറ്റവും ഉചിതമായിട്ട് നടത്തിയതിന് ഞാൻ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. ഞാൻ ഈ വീടിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കൊച്ചു വീട്ടിൽ എന്ന ഒരു പേര് എങ്ങനെ വരാനായിരിക്കും സാധ്യത എന്ന് നമുക്കൊന്നും അറിയുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ പലതരം വീടുകളുടെ പേരുകൾ കാണുമായിരിക്കും. അന്ന് നമ്മുടെ പൂർവ്വപിതാക്കള് തിരഞ്ഞെടുത്ത ഒരു വീടായിരിക്കും. ഒരുപക്ഷെ വലിയ വീട്ടിൽ കുടുംബം ഉണ്ടായിരുന്നായിരിക്കാം. അപ്പോൾ അവിടെയും ഒരു എളിമപ്പെടലിൻ്റെ ഒരു മനോഭാവം ഉള്ളത് ആയിരിക്കും. ഇതിൻ്റെ ചരിത്രമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു വീട്ടിൻ്റെ പേര് അവിടെ തന്നെ നമ്മുടെ പൂർവികരുടെ ഒരു നന്മയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയ തുടക്കമായിരിക്കാം
സാമ്പത്തികമായിട്ട് പരാധീനതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കാം. അവിടെ നിന്നാണ് ഇത്രമാത്രം ഒരു ഉയർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. പല മേഖലകളിൽ കൊച്ചുവീട്ടിൽ കുടുംബക്കാരെ ഈ സമൂഹത്തിലും നാട്ടിലുമൊക്കെ സേവനം ചെയ്യുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരു കൊച്ചു വീടിനെ ഞാൻ അനുസ്മരിക്കുകയാണ്. അത് തിരുകുടുംബമാണ്. യൗസഫ് പിതാവും മാതാവും ഉണ്ണീശോയും അടങ്ങുന്ന ഒരു കൊച്ചു വീട്. ആ വീട്ടിലെ ഒരു ചൈതന്യം, അവിടെ പരിശുദ്ധ അമ്മയുണ്ട്, വിശുദ്ധ യൗസേപ്പ് പിതാവുണ്ട്, ഉണ്ണീശോയുണ്ട്. അപ്പോൾ നമ്മൾ നാളെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. കാനായിലെ കല്യാണ വിരുന്നില് വീഞ്ഞു തീർന്നു പോയപ്പോൾ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു സൂത്രവാക്യം അമ്മ പറഞ്ഞു. അതെന്താണെന്ന് നമുക്കറിയാം. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. ഈ കൊച്ചു വീട്ടിലെ പരിശുദ്ധ അമ്മ പറഞ്ഞ ആ ഒരു വലിയ സത്യം ഈ കൊച്ചു വീട്ടിൽ കുടുംബയോഗത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. മക്കളെ, സമൃദ്ധി വേണം, ദൈവാനുഗ്രഹം വേണം. അവൻ പറയുന്നത് നമ്മളങ്ങ് ചെയ്യുക. അവൻ പറയുന്നത് ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് മടിയുണ്ട്. കാരണം നമ്മുടേതായ സ്വപ്നങ്ങൾ ഇവിടെ നിൽക്കുന്നു, നമ്മുടേതായ ആഗ്രഹങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈശോ പറയുന്നത് ചിലപ്പോൾ ആ ഒരു സഹനത്തിന്റെ വഴിയിലൂടെ കടന്നു പോകാനും വേദനയുടെ വഴിയിലൂടെ കടന്നു പോകുവാനും ഒരു എളിമയുടെ വഴിയിലൂടെ കടന്നു പോകാനുമായിരിക്കും. സമൃദ്ധി വേണമെങ്കിൽ അവൻ പറയുന്നത് ചെയ്യുക. രണ്ട് കൊച്ചു വീടുകളുടെ ഒരു സങ്കല്പം ഞാൻ ഇവിടെ പറയുകയാണ്. നസ്രത്ത് എന്ന കൊച്ചു വീടും ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഈ കൊച്ചു വീടും, ഇവർ തമ്മിലുള്ള ഒരു ബന്ധം പരിശുദ്ധ അമ്മയുടെയും വാക്കാകട്ടെ. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. ഇതിനോട് ചേർന്നുകൊണ്ട് ഈശോ പറയുന്ന ഒരു വാക്യം കൂടെയുണ്ട്. യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാനായിട്ട് വന്നപ്പോൾ യോഹന്നാൻ ഈശോയെ തടഞ്ഞു. ഞാനാണ് നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടത്, നീ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ ബലം പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് എന്ന്. ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മനസ്സിനെ പഠിപ്പിക്കാനായിട്ട് ഈശോ പറഞ്ഞ ഈ വാക്ക് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ് നമ്മുടെ പരാജയങ്ങളെങ്കിൽ വേദനകളെങ്കിൽ അത് സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സിന്റെ ധൈര്യവും മനസ്സിന്റെ ബലവും മനസ്സിന്റെ വലിപ്പവും നമുക്കുണ്ടാകുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നസ്രത്ത് എന്ന കൊച്ചു കുടുംബത്തിലെ നന്മകൾ ഉണ്ടായിരുന്ന അതേ നന്മകൾ ഈ കൊച്ചു വീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമൃദ്ധി വേണമെങ്കിൽ ഈശോ പറയുന്നത് ചെയ്യുക എന്നുള്ള ഒരു ആപ്തവാക്യം മാത്രം നമ്മുടെ ഈ ഒരു കുടുംബ സമ്മേളനത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നു. എന്നെ ക്ഷണിച്ചതിനും എനിക്കൊരു അവസരം നൽകിയതിനും ഞാൻ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇന്നലെ മുതൽ മലബാറുകാരെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് കുർബാനയ്ക്കും ഞാൻ കണ്ടു. അപ്പോൾ അവർ രാജക്കാട് നിന്നും മലബാറിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ഐക്യത്തിന് വേണ്ടി വന്നവരെയും അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമുക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകിയ സിജിമോൻ അച്ഛന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു മനോഹരമായ ഗാനം ആലപിക്കുവാനായി വേദിയിലെത്തുന്നു ആൽഫിയ മരിയ ജോസഫ് കൊച്ചുവേലി.
പ്രസംഗത്തിനായി കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീമാൻ അനിയൻ കൊച്ചുവീട്ടിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ച, എൻ്റെ ക്രിസ്ത്യാനിയായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കൊച്ചുമക്കളെ, കൊച്ചുകുട്ടികളുടെ ഉപയോഗം കുടുംബങ്ങളെ എല്ലാവരും ഒന്നിച്ചു കൂട്ടുക എന്ന വളരെ കാലത്തെ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായി ഇന്നിവിടെ നടത്തുന്ന കൊച്ചുകുട്ടികൾ കുടുംബ സംഗമം 2016 ഒരു വിശുദ്ധ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കരുണയുടെ വിശ്വാസമാണ്. സ്വർഗസ്വനായ പിതാവിനെ പോലെ കരുണയുടേതാകുവാൻ പരിശുദ്ധ പിതാവിനെ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനം ഏറെ ലഭിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലും കുടുംബബന്ധങ്ങളിലുമാണ്. കരുണയാൽ സമ്പന്നരാകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മുടെ വളർച്ചയ്ക്കൊപ്പം സഹോദരങ്ങളെ വളർത്തുവാനും നാം പരിശ്രമിക്കേണ്ടതാണ്. നമ്മളുടെ സുഹൃത്തുക്കളിൽ ആത്മാർത്ഥമായി പങ്കുചേരാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ കുടുംബയോഗം അഥവാ കുടുംബസംഘം എന്ന ഒരു ഒത്തുചേരൽ അർത്ഥവത്താവുള്ളൂ. അതൊരു തുടക്കം മാത്രമാണ്. ഈ കൂട്ടായ്മയ്ക്ക് നമ്മുടെ കുടുംബാംഗങ്ങളോടും ഇടപാട് സമ്പത്തോടും ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ടെന്ന് നാം വിസ്മരിച്ചുകൂടാം. കുടുംബങ്ങളുടെ വളർച്ചയിലൂടെ കുടുംബാംഗങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ച നാം ലക്ഷ്യവെക്കുന്നു. ഈ കുടുംബസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ വസിക്കുന്നു. അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് നാം കടക്കുകയാണ്. സ്ഥാനം കൊണ്ട് കൊച്ചുവീട്ടിൽ കുടുംബത്തിന് കാരണവരായ കുഞ്ഞുനപ്പാപ്പിനെയാണ് ആദ്യമായി വേദിയിൽ ആദരിക്കുന്നത്. പ്രായാധിക്യത്തിന്റെ അവസ്ഥകൾ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അത്യുത്സാഹത്തോടെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുവാനായി മാത്രം കണ്ണൂർ ജില്ലയിലെ ആലക്കോടിനടുത്തുള്ള റേറോമിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നത് നമുക്ക് ഏവർക്കും ആവേശം പകരുന്നു. കുഞ്ഞുനപ്പാപ്പിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെയും നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന മറ്റംഗങ്ങളെയും ആദരിക്കുവാനായി പ്രിയ ബഹുമാനപ്പെട്ട സിജിയച്ചനെ ക്ഷണിക്കുന്നു.
നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി ഒരു ഡാൻസ് ആണ്. ചടുലമായ നൃത്ത ചുവടുകളോടെ വേദിയിലെത്തുന്നു മിഷേൽ ഷാമി. बोलूँगा अपने मन तो करके अपने बनाए നമ്മുടെ കുടുംബസംഗമത്തിന് ആശംസ അർപ്പിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന പാലാക്കുന്നിൽ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PA മാത്യു പാലാക്കുന്നിലിനെ സ്നേഹാദരങ്ങളോടെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ സായാഹ്ന സന്ധ്യയിൽ പാലാക്കുടുംബ കുടുംബത്തിൻ്റെ ഒരു ശാഖയായ കൊച്ചി വീട്ടിലെ മെമ്പേഴ്സിനെ എല്ലാവരെയും കൂടെ കൂടി കണ്ട് ബോധ്യപ്പെട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് തമ്പുരാൻ ഒരു അവസരം തന്നതിനെ ദൈവത്തോട് തമ്പുരാനോട് തന്നെ നന്ദി പറയുന്ന ആദ്യമായിട്ട് തന്നെ. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള അറിഞ്ഞിരിക്കാനും മെമ്പേഴ്സിൽ 1/3 ഭാഗം നമ്മുടെ പാലാക്കുന്നിൽ കുടുംബത്തിലെ മെമ്പേഴ്സാണെന്നുള്ള വിവരം നിങ്ങൾക്കറിയില്ലായിരിക്കും. ഞങ്ങൾ ഈ പാലാക്കുന്നിൽ കുടുംബത്തിൻ്റെ ഒരു സമ്മേളനം എല്ലാം ഈ മാസത്തിലൂടെ കൂടുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരും മാമോടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും കൂടെ കൂടിയിട്ട് എല്ലാ കൊല്ലങ്ങളും ചേർത്ത കുറേ കാലങ്ങളായിട്ട് സമ്മേളിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ ഇവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാലാക്കുന്നിൽ കൊച്ചി വീട്ടിലോട്ട് പോയ ആള് കല്യാണം കഴിച്ചതിലെ ആദ്യത്തെ ആളാണ് കൊച്ചി വീട്ടിലെ ആൾക്കാർ. നിങ്ങൾക്കത് അറിയാൻ പാടില്ലായിരിക്കും. ആ തലേന്ന് മരിച്ചു പോയിട്ട് ആ അപ്പൻ രണ്ടാമത് കിട്ടിയ ആളാണ് ബാക്കിയിലുള്ള വളാട്ടുകാരെ വാർമലക്കാരെ മറ്റേ കാലക്കാരെ ഇവരെല്ലാവരും കൂടെ കൂടി കൈതന്ത്രക്കാർ ഇവരെല്ലാം ആ രണ്ടാമത്തെ കെട്ടിലെയാണ്. ആ രണ്ടാമത്തെ കെട്ടിലെ തള്ള തമ്പളിക്കാട്ടു എന്നാണ് കുന്നുംപുറത്തൊന്ന് പറയും. ആ കുന്നുംപുറത്തൊന്ന് പിന്നീട് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഇവിടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തേത് മാടപ്പാട്ടു എന്നാണ് കൊച്ചി വീട്ടിൽ കടന്നൂർ കെട്ടിയിരുന്നത്. അങ്ങനെ ഇവിടുത്തെ ഒരു സെറ്റ് വടക്കൂ പുതുപ്പള്ളിയോട്ട് പോയി. ആദ്യം ഒരു ശാഖ കുറേ ആൾക്കാർ ഉണ്ട്.
ഇതെല്ലാം കൂടി സമ്മേളിച്ചിട്ട് ഞങ്ങൾ 1983 നമ്മുടെ ഒരു കുടുംബയോഗം നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വേറെ ഒരു എഡിഷൻ കൂടെ, രണ്ടാമത്തെ എഡിഷൻ കൂടെ കൂടി നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിൽ കഴിഞ്ഞ് 83 വരെ അന്നുണ്ടായിരുന്ന ആൾക്കാരെയും പിള്ളേരെയും എല്ലാവരെയും കൂടെ അതിനകത്ത് എടുത്തിട്ടുള്ള അതിന് പിന്നീടുള്ള പിള്ളേരെയും ആ കെട്ടുബന്ധങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് ഈ അടുത്തതിൻ്റെ അകത്ത് വരും. അതിന് വീട്ടിലെ ബ്രാഞ്ചിനെ അതിനകത്ത് കമ്മിറ്റിക്കാരായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ പറവണിക്കാട്ട് നിന്ന് പാലക്കത്തിൽ നിന്ന് വന്ന ആൾക്കാരാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളാണ്. അച്ഛനും പാലക്കത്തിലെ ആൾ തന്നെയാണ്. അത് നമുക്ക് വലിയ അഭിമാനമാണ്. അച്ഛനോട് തന്നെ 4 കൊല്ലത്തോളം ആകാൻ പോകുന്നു. നിങ്ങൾ മലബാറിൽ നിന്നുള്ള കൂടുതൽ ആൾക്കാരോടുണ്ടല്ലോ. ഞാനൊരു കാര്യം എടുത്ത് പറയുകയാണ്. ആദ്യം ഇവിടെ ഒരു ധ്യാനം നടന്നപ്പോൾ മലബാറിൽ മക്കിയാർ ധ്യാന കേന്ദ്രത്തിന് അവിടുത്തെ അച്ഛനോട് കഴിഞ്ഞാണ്ടിൽ ധ്യാനിപ്പിച്ചു, ഈ ആണ്ടിൽ ധ്യാനിപ്പിച്ചു. ആദ്യം പറഞ്ഞു ഇത്ര വിശുദ്ധനായി ഒരു വൈദികനാണ്, ഈ ആണ്ടിൽ ധ്യാനിച്ച മേമാസത്തിന് മുമ്പ് അത് ധ്യാനിപ്പിക്കാൻ നമുക്ക് ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കാര്യം അച്ഛൻ എന്നെക്കാട്ടിലൊക്കെ വളരെ പ്രായം 40 വയസ്സിൽ താഴെയുള്ളൂ, 35 വയസ്സിൽ താഴെയുള്ളൂ. തമ്പുരാൻ്റെ അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. അച്ഛനെ ഇവിടെ വേണ്ടിയിട്ട് മറ്റേ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു അനുഗ്രഹമാണ്. ഞാനിതെല്ലാം ആമുഖമായിട്ട് പറഞ്ഞത് ഈ വരുന്ന ഈ കാര്യങ്ങളിലെല്ലാം എല്ലാ ആൾക്കാരും കൂടെ സംബന്ധിച്ചിട്ട് സഹകരിക്കണം. നമ്മുടെ പാലാക്കുന്ന കുടുംബത്തിൻ്റെ ഒരു ജീനിയോളജി വളരെ നേരത്തെ മുമ്പേ ഇവിടുന്ന് പ്രസിദ്ധപ്പെടുത്തിയ റോമിൽ വത്തിക്കാൻ ലൈബ്രറിയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ റോമിൽ അതെല്ലാം പല ലത്തീനിലാക്കി അവിടെ കൊടുത്തിരിക്കുന്ന അവിടുത്തെ ഒരു സമ്മാനപത്രം നമുക്ക് കുടുംബയോഗത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കണ്ടിന്യൂ ആയിട്ടുള്ളൊരു ജീനിയോളജി അത് നമ്മുടെ പാലുവിൽ നിന്നും മാമോദിസ മുങ്ങിയ ആൾ മുതൽ ഇവിടെ ചമ്പക്കര വന്നിട്ട് ഇതുവരെയുള്ള ആൾക്കാരുടെ അന്ന് വരെ 83 വരെയുള്ള ആൾക്കാരുടെ ചേർത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വത്തിക്കാൻ ലൈബ്രറിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് യൂറോപ്പിലും അത്രയും കണ്ടിന്യൂ ആയിട്ടുള്ളൊരു ജീനിയോളജി ഇല്ല. നിങ്ങൾക്കാർക്കും അറിയാൻ വരാൻ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് പറയുകയാണ്. കാരണം മലബാറിൻ്റെ 4 ഭാഗത്തുനിന്ന് ഇവിടെ വന്ന് 50-60 മുമ്പ് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. ഏതായാലും അവരെയൊക്കെ കാണാൻ പറ്റുന്നത് വലിയൊരു ദൈവാധീനമാണ്. ഞാനിങ്ങനെ പ്രാവശ്യം നമ്മളെ ഈ കുടുംബത്തിൽ നിന്ന് എല്ലാം ഇവിടെയുള്ള ബാക്കിയുള്ള വീട്ടുകാരെ എല്ലാം കൂടെ കാരണന്മാരെ എല്ലാം ഒന്നും ഓർമ്മിക്കാനൊരു അവസരം നമ്മൾ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ഉദ്യോഗത്തിലെല്ലാം ഒരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു. അത് ഇവിടെയുള്ളവരെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അതൊക്കെ പുറകെ കമ്മിറ്റിക്കാരുണ്ട്. കൊച്ചുപിള്ള കമ്മിറ്റിയുണ്ട്. ഇപ്പോൾ പാലാക്കുന്ന കുടുംബയോഗത്തിൽ ഐക്യകെട്ടിയതുകൊണ്ട് പാലാക്കുന്നതിലുണ്ട്. വട്ടമാക്കലയുണ്ട്. ഇങ്ങനെ ഒരു 10-15 ഒത്തിരി ബ്രാഞ്ചുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളിൽപ്പെട്ട ഒരു സെറ്റ് മുതുപുള്ളിലുണ്ട്. അവരൊരു അന്വേഷിക്കാനും വീട്ടുകാരുണ്ട്. പാലാക്കുന്നതിന് പോയ ആൾക്കാരാണ്. ഇവർ പുരമരത്തുണ്ട് നമ്മുടെ ഒരു ബ്രാഞ്ച്. അവർ നമ്മൾ ഇവിടുന്ന് പോയതാണ്. ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി സംഭവിച്ചിട്ട് സമ്മേളിച്ചിട്ട് നമ്മളെ പുറകരങ്ങാണ്ട് പകലമറ്റത്തെ ഒരു കെട്ടിടം പണി ഏർപ്പാട് കാര്യങ്ങൾ കുടുംബയോഗം പകലമറ്റ മഹാകുടുംബയോഗം പാലാക്കുന്നതിന് കുടുംബയോഗം പോലെ 110 കുടുംബയോഗങ്ങളുണ്ട്. അവിടെ കോട്ടയത്തിൻ്റെ ഒരു ഒരേക്കർ സ്ഥലം കുടുംബയോഗത്തിന് വേണ്ടി പകലമറ്റ കുടുംബയോഗത്തിന് വേണ്ടി എഴുതി കൊടുത്തു. ഒരു 2-3 കോടി രൂപ വില വരുന്ന സ്ഥലമാണ് അവിടെ പകലമറ്റ ചാപ്പലിന് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ വലിയൊരു 3 നില കെട്ടിടത്തിലൊരു 19-30 കോടി രൂപയുടെ ഒരു സ്കീമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനകത്ത് 2 മരണത്തിലേ തീർന്നിട്ടുള്ളൂ. നമ്മുടെ ഒരു ഭാഗം 1.5 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പല പ്രാവശ്യം നമ്മുടെ ഉപയോഗത്തിനും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആസ്ഥാന മന്ദിരമാണ് പുറവെങ്ങാട്ട് പള്ളി. ഇവിടുത്തെ കേരളത്തിലെ പുരാവസ്തു ഗവേഷകർക്കാരോട് 2-3 കോടി രൂപ മുടക്കിയാണ് ഇവിടെ അർപ്പിതയോട്ടന്മാരുടെയൊക്കെ കപ്പടി അവിടെയൊക്കെ ശരിയാക്കിയിരിക്കുന്നത്. നിങ്ങൾ മലബാറിൽ നിന്ന് ഈ കാര്യങ്ങളൊന്നും അറിയാൻ വരാതിരിക്കണമെന്നും അറിയാൻ വേണ്ടിയിട്ട് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ പുറകോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഉപയോഗത്തിലെ ഒറ്റൂട്ടിലെ ബ്രാഞ്ച് കാര്യങ്ങളെയൊക്കെ അറിയുകയും അതിനോട് സഹകരിക്കുകയും ഈ അടുത്ത നാളിലൊരു അഡ്രസ്സ് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കോപ്പികൾ എല്ലാവർക്കും തരും.
ഇവിടുന്ന് നിങ്ങളുടെ ബ്രാഞ്ചുകാരല്ല അതിൻ്റെ റിപ്പോർട്ട് തന്നിരിക്കുന്ന എല്ലാവർക്കും ഓരോ കോപ്പികൾ തന്നിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ കുടുംബയോഗത്തിൻ്റെ അടുത്ത എഡീഷനിൽ എല്ലാവരും കൂടെ സഹകരിക്കത്തക്കതിൽ എല്ലാ വിവരങ്ങളും ബ്രാഞ്ചിലെ ആൾക്കാരെ അറിയിച്ചിട്ട് നമ്മളൊരു പുതിയൊരു സംരംഭമാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 360 പേജസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ബാക്കി കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂടിയൊന്ന് ചേർത്ത് എഴുതുമ്പോഴത്തേന് വലിയൊരു പേജ് വരും. അതിനെല്ലാവരും കൂടെ കൂടി സഹകരിച്ചാൽ അത് നമുക്കൊരു വലിയൊരു സംഭവമായി കുറേ ഒരു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതിനിതെല്ലാം കൂടെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2-3 വാക്ക് നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങളും കൊച്ചുകുട്ടിക്കാരും ഇവിടെ മാമൂട്ടിലുള്ള ആൾക്കാരും ഒക്കെ എല്ലാം ഒരു വീട്ടുകാരാണ്, ഒരു തന്തമക്കളാണ്, 4-5 ബ്രാഞ്ചുകാരാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു സംരംഭം ഉണ്ടാക്കി. ഇത് എൻ്റെ വീടാണല്ലോ, എൻ്റെ ഇടവകയാണല്ലോ, എൻ്റെ കാരണക്കാരെയാണല്ലോ നമ്മളിപ്പം ആദരിക്കാൻ പോകുന്നു. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അന്നേക്കാന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് എനിക്ക് അവസരം തന്നു. ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞുവിനും ഇവിടെ പ്രായമായാലും അത് ഞങ്ങൾ ഇവിടെ സ്കൂളിൽ പഠിച്ചതാണ്. ഞങ്ങൾ തമ്മിൽ 2-3 വയസ്സിൻ്റെ എനിക്ക് 3 വയസ്സിൻ്റെ വ്യത്യാസം കാണും. എല്ലാവരും തമ്മിൽ ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാം. ആർക്കും തമ്മിൽ നിങ്ങൾക്കറിയാമായിരിക്കും. ഞാൻ മിക്കവാറും ഒരു കണ്ടു. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇപ്പം തന്നെ അതിനും വേറെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പൊതുവാരും കുറേ നിശ്ചയ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇരുന്നാൽ മതി. കമ്മിറ്റിക്കാരൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കുക. അവർ വേണ്ട പോലൊക്കെ യോഗത്തിനും ഒക്കെ ആയിരിക്കും വരുന്നത്. അതിനൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മളെ കുടുംബയോഗത്തിൻ്റെ അതിലെ കുറേ ആൾക്കാർ കൊണ്ട് കോട്ടയത്ത് ഒരു ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്കീം നടത്തുന്നുണ്ട്. കോച്ചിങ് ക്ലാസ് നമ്മുടെ പിള്ളേർക്ക് ഒരു വേണ്ടി അതിനകത്ത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിനകത്ത് ചേർന്നാൽ ആ ഡിപ്ലോമ കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിലെവിടെയും എയർലൈൻസിന് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സ്കീമാണ്. അപ്പോൾ അത് CMS കോളേജിൻ്റെ അടുത്താണ് നമ്മുടെ കുടുംബയോഗത്തിലെ ആൾക്കാരൊക്കെ കൂടെ കൂടിയാണ് നടത്തുന്നത്. അങ്ങനെ BA-യോ 3DP-യോ പാസ്സായിട്ടില്ലേ വലിയൊരു നമ്മുടെ കുറേ കൺസൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിടാനായിട്ട് ശ്രമിക്കുക. അതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കാര്യം പറഞ്ഞത്. ഏവിയേഷൻ്റെയാണ്. അതോടൊപ്പം തടസ്സം വരുന്നതല്ല. ഈ ലോകത്തിൽ എവിടെ എയർലൈൻസിൽ ജോലി കിട്ടുന്ന ഒരു സ്കീമാണ്. അതിപ്പോൾ എറണാകുളത്തുണ്ട്, കോഴിക്കോട്ടുണ്ട്, 4-5 സ്ഥലത്തേ ഉള്ളത് ഇപ്പോൾ കേരളത്തിൽ. അതും ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. നമുക്കൊരു അവസരം കിട്ടുകയാണെന്ന് ഈ പിള്ളേരെ ഒന്ന് പഠിക്കട്ടെ. അതിന് വേണ്ടി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. അച്ഛൻ്റെ സമയമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എനിക്കൊരു അവസരം പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങളും പാലാക്കുന്നവരാണ്. നിങ്ങളും പാലാക്കുന്നവരാണ്, ഞങ്ങളും പാലാക്കുന്നവരാണ്, മാമ്പൂട്ടിലുള്ളവരും ഇവരെല്ലാം പാലാക്കുന്നവരാണ്. പുതുപ്പള്ളിയിലുള്ള നഞ്ചിക്കാനും വീട്ടുകാരും പാലാക്കുന്നവരെ കാരണമുള്ള മക്കളാണ്. ഇവിടുന്ന് പോയ ആൾക്കാർ നിങ്ങളും ചിന്തിച്ചുകൊണ്ട് എത്രയോ മെമ്പേഴ്സാണ് നമ്മളുള്ളതെന്ന്. ഞാൻ നിർത്തിക്കോട്ടെ. എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ദൈവത്തിന് നന്ദി പറയുകയല്ല. നമുക്ക് യാതൊരു ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇത്രയും കാരണം ജീവിക്കാനും കർത്താവായ വിഷയ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് രക്ഷയിരിക്കും. നമുക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടും. കത്തോലിക്ക സഭയെ വിശ്വസിക്കാനും വിശാഖത്തായി വിശ്വസിക്കാനും അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളെ ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു സമുദായത്തിലുള്ള നേതാക്കന്മാരും ആരും പറഞ്ഞിട്ടില്ല. വിശാഖർത്താവ് അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. സദാജീവമായ കർത്താവ് ഞാനാണ്. നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വിട്ടുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അച്ഛൻ പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട മത്തായിച്ചാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നമ്മുടെ കുടുംബ സംഗമത്തിന് ആശംസകൾ അർപ്പിക്കാനായി എത്തുകയാണ് സിസ്റ്റർ അനു ജോബ് കൊച്ചുവീട്ടിൽ. കണ്ണൂരിൽ താമസമാക്കിയ കൊച്ചുവീട്ടിൽ തങ്കച്ചിൻ്റെയും ആനിയമ്മയുടെയും മൂത്ത മകളാണ് സിസ്റ്റർ. കണ്ണൂർ സാന്റോസ് പ്രൊവിൻസ് അംഗമായ പ്രിയപ്പെട്ട സിസ്റ്റർ അനുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഏവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ്. സിസ്റ്റർ അനു. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, എത്രയും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, വിശുദ്ധ കുർബാനയെ നാം ആരംഭിക്കുന്നത് പോലെ അനുബന്ധിൻ ഭവനാഥ
തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഈ ഈരടികളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള കുടുംബയോഗങ്ങൾക്കുള്ള പ്രസക്തിയെക്കുറിച്ചാണ് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത്. കുടുംബബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. തലമുറകൾ മാറി മാറി വരുമ്പോഴും കുടുംബത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അകൽച്ച അത്ഭുതാവഹമാണ്. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ലോകം അതെന്ന പോലെ മലബാറികരായ ഞങ്ങൾ കൊച്ചുമക്കൾക്കൊക്കെ ഇത്രയും വലിയൊരു കുടുംബമുണ്ടെന്നൊന്നും അറിവില്ലായിരുന്നു. ഞങ്ങൾ പരിചയപ്പെട്ട മലബാറിൽ മാത്രമുള്ള ഞങ്ങൾക്കറിയാവുന്നവരൊക്കെ ഈ കുടുംബത്തിലുള്ളൂ എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് കൊച്ചുവീട്ടിൽ എന്ന നാമം വളരെ വിശാലമാണെന്നും വലിയൊരു വീടിൻ്റെ ശാഖ മാത്രമാണെന്നുമൊക്കെ ഞങ്ങൾ അറിയുന്നത്. നമ്മുടെ ഓരോ സംഗമങ്ങളും ക്രിസ്തു കേന്ദ്രീകൃതമാകാനും അവിടുന്ന് വർഷിച്ച അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകാശനമായിരിക്കാനുമൊക്കെയാണ് ഈ സംഗമങ്ങൾ നമ്മെ കടപ്പെടുത്തുക. ഇങ്ങനെ ഒരു സംഗമം നടത്താൻ കഠിനാധ്വാനം ചെയ്ത എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകാനും ഈ ബന്ധവും സ്നേഹവും തലമുറകളോളം നിലനിൽക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sister. ആശംസാ പ്രസംഗമാണ്. നമ്മുടെ കുടുംബ സംഗമത്തിന് ആശംസകൾ അർപ്പിക്കുവാനായി പ്രശസ്ത വാഗ്മിയും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായ ശ്രീമാൻ KT ജോബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ധ്യാനിച്ച യോഗാധ്യക്ഷൻ, കുടുംബ കാര്യങ്ങളുടെ സംഘങ്ങളെ
സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ നമുക്ക് ഇത് ഒരു ചെറിയ തുടക്കമായി കാണാൻ പറ്റുന്നു. ഇന്ന് വീടിൻ്റെ മുറ്റത്തൊരറ്റത്ത് ഉന്നയിച്ച് മുല്ല നട്ടു എന്ന മാതിരി ഉന്നയിച്ച് നട്ട് വെള്ളം തളിച്ച് വളർത്തിയെടുക്കേണ്ട ഒരു ശ്രമത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക വിഭാഗത്തിൽ ഒഴികെ യാക്കോബായ വിഭാഗം ആളുകൾ പാമ്പാടി പ്രദേശത്തുള്ള ധാരാളം ആളുകൾ നമ്മളുമായി രക്തബന്ധമുണ്ട്. മുളന്താരം, മാടപ്പാട്, ഈ കുടുംബങ്ങളൊക്കെ നമ്മളുടെ ഐക്യയുടെ കുടുംബവും കൊച്ചുകുട്ടിയുടെ കുടുംബവുമായി വളരെ അടുത്തടുത്തുള്ളതാണ്. ഞാൻ വളരെ ദീർഘകാലം അമ്പാടിയിലൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്നതാണ്. ഇവരൊക്കെ എന്നെ കാണുന്നത് അവരുടെ ഒരു കൊച്ചുമോൻ എന്ന നിലയിലാണ്. ആ രാണനീയ വാത്സല്യവും എനിക്ക് ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു മരിച്ചടക്ക് പത്തനംതിട്ടയുണ്ടായിരുന്നു. ഞാനിവിടെ പോകും. അപ്പം ഞാനിവിടെ വരുമ്പോഴത്തേക്ക് മാരി വിളിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ പറയാറുണ്ട്, മനോരമ മാമാപ്പനെ വിളിച്ചു പറഞ്ഞു എൻ്റെ കയ്യെ ഉടമ്പി വെച്ചാൽ പറഞ്ഞു അങ്ങനെ അറിയോ ഒന്നും പറഞ്ഞു. കാരണം പറഞ്ഞില്ലെങ്കിൽ പോരും ഞാൻ വരാറുണ്ട്. ആ വരാറുണ്ട്. ഞാനീ പോകാറുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പാലാക്കുന്നിൽ മത്തയച്ചത് ഒരു സ്ഥിരമാണ്. ഈ ഭരണ വീടുകളിൽ പോകുന്ന രണ്ടാളുകൾ ഒരാൾ മത്തയച്ചു. കുഞ്ഞോല് ഞാനും ഒന്നിച്ച് കുട്ടികൾ സ്കൂളിലും മാലാപുരം സ്കൂളിലും പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങളൊരു പ്രായമൊക്കെ ഇതൊക്കെ കൊടുക്കുന്നായിരുന്നു. എനിക്ക് അതിനകത്ത് തലപ്പാവ്. അപ്പം അത്രമാത്രം ബന്ധങ്ങളും പരിചയങ്ങളും നമുക്ക് ഈ മേഖലകളിൽ ഉള്ള ആളുകളുമായി ഉണ്ട്. അതിനകത്ത് ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ അതിന് പ്രധാനമായ കാര്യം സമ്പത്താണ്. അതിനകത്ത് ദൈവികത്വത്തിനും ഒന്നും വലിയ കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സമ്പത്തുള്ള ആളുകൾ ഒരു ബന്ധം, അവരവരുടേതായ ബന്ധങ്ങൾ, അവരുടേതായ കാര്യങ്ങൾ, മറിച്ച് മറ്റേയാള് നമ്മളുടെ ബന്ധത്തിൽപ്പെട്ട ആളാണെന്ന് പറയാൻ പലരും പഠിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് വളർന്ന ഒരു സാഹചര്യം ഉണ്ട് കൊച്ചുകുട്ടി ഫാമിലിയിൽ. ഒത്തിരി സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഭാവനകൾ വെച്ച് വരുമ്പോൾ മക്കളുടെ കൂടുതലുണ്ടായിരുന്നു. ഇടിച്ചു പോയി. പിന്നെ അവരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും സിദ്ധിച്ചിരുന്നില്ല. ആ കാരണങ്ങളാൽ ചെറിയ തോതിലൊക്കെ ജീവിച്ച് അവര് കഷ്ടപ്പെട്ട് നല്ല നിലയിലൊക്കെ എത്തി. എന്നാൽ പൊതുവെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും കാര്യങ്ങളും കുടുംബങ്ങളുമായി പോകുന്നുണ്ട്. ആ നിലയിൽ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നമ്മളൊരു ഉയർച്ചയുണ്ടായിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് ഉയർത്തുണ്ടായിട്ടുണ്ട്. സാമൂഹിക രംഗങ്ങളിൽ ഉയർത്തുണ്ടായിട്ടുണ്ട്. മറ്റ് എല്ലാ കാര്യങ്ങളിലും വളരെ അഭിവൃദ്ധി നേടിയെടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അതിനനുസരിച്ചുള്ള കൂട്ടായ്മയും കൂടിച്ചേരലുകളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മെച്ചപ്പെട്ട നിലയിൽ പോകാൻ സാധിക്കും. കുടുംബങ്ങളുണ്ടാകും, കൂട്ടായ്മകളുണ്ടാകും. ഞാനിതിനെ ഒരു രഹസ്യം ഓർത്തിരിക്കുമ്പോൾ ഒരു പാർട്ടി കൊടുക്കുന്ന കാര്യമാണ്. അന്ന് ഈ കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായ ഈ ഫിലിപ്പോസ് അവരെ ഗുരുവിടക്കുന്ന മാസത്തിൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബന്ധങ്ങൾ പറഞ്ഞപ്പോൾ
ഇതെല്ലാം വാലാത്തുമായി കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. ഉദ്രാട്ടുമായ കാലങ്ങളായി ഈ ഒരു പുസ്സും ഉണ്ടാക്കിച്ചാലത്തിന് എൻ്റെ കുടുംബങ്ങളായ എൻ്റെ മാസത്തിൽ പറഞ്ഞ മാതിരി പുതുപ്പള്ളിയുള്ള കുടുംബങ്ങളെ ഇവർ വളരെ വിഭിന്നമായ ഒരു ബന്ധം ഉള്ള ഒരു ഫാമിലിയാണ് നമ്മുടേത്. അത് പൂർത്തിയുറപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ പ്രവർത്തനത്തിന് ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു, പ്രചോദനം നൽകുന്നു. എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടും ഈ യജ്ഞത്തിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ അനുമോദിച്ചുകൊണ്ടും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ അച്ചായന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി ഒരു ഗാനമാണ്. ശ്രുതിമധുരമായ ഒരു ഗാനവുമായി എത്തുന്നു ദിൽസ എക്സ സോത്ത്. നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛന് കൊച്ചു
നമ്മുടെ പ്രസിഡന്റ് അനിയച്ചൻ കൊച്ചുവീട്ടിനെ ക്ഷണിക്കുന്നു. Thank you, Father. അടുത്തതായി കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള അവസരമാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉള്ളവർ ദയവായി വേദിയിലേക്ക് കടന്നു. സോറി, കൊച്ചുവീട്ടിൽ കുടുംബസംഗമത്തിൻ്റെ ഒരു ചെറിയ ഉപകാരം നൽകുവാനായി സിസ്റ്ററിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സിസ്റ്ററിന് ഉപകാരം നൽകാനായി ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. സിസ്റ്റർ ആരോ കൊച്ചുവീട്ടിലെ മാതാപിതാക്കളെ വേദിയിൽ
പ്രകടനത്തിനായി കൊച്ചുവീട്ടിൽ കുടുംബസമൂഹത്തിന്റെ വൈസ് പ്രസിഡന്റായ ശ്രീമാൻ ജോർജ് കൊച്ചുവീട്ടിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം നെടുമുഖം സെന്റ് തെരേസ സ്കൂളിൽ അധ്യാപകനാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അനുജന്മാരെ, അനുജന്യമാരെ, പ്രിയ കുഞ്ഞുമക്കളെ, കൊച്ചുവീട്ടിൽ കുടുംബസംഗമം 2014 ഇന്നിവിടെ ഏതാണ്ട് പൂർണ്ണമാകുമ്പോൾ വളരെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെയാണ് ഞാൻ നിർമ്മിക്കുക. ഈ ഒരു ചെറിയ തുടക്കം ഇതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ സമ്മേളനത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചമ്പക്കര സെയിന്റ് ജോസഫ് പള്ളി വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട അസ്കാരിയ സ്വാമിജനാണ്. മഹാപുരമേഖലയുടെ ഒരംഗം കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീമോദന് ഈ കൊച്ചുവീട്ടിൽ കുടുംബസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന് നമുക്ക് ഉദ്ഘാടന കർമ്മം നൽകുകയുണ്ടായി. നല്ല ഒരു സന്ദേശവും അദ്ദേഹം നമുക്ക് നൽകി. തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമോദൻ നമ്മോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൊച്ചുകുട്ടി കുടുംബസംഗമത്തിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഈ കുടുംബസംഗമത്തിൻ്റെ കൊച്ചുകുട്ടി കുടുംബസംഗമത്തിൻ്റെ പ്രസിഡന്റായ ബഹുമാനായ അയ്യാച്ചി കൊച്ചുകുട്ടി ഇതിൻ്റെ ആരംഭ ഘട്ടത്തിൽ മുതൽ എല്ലാ കാര്യങ്ങളും ചുക്കാൻ കഴിയുന്ന ഞങ്ങളുടെ എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട അയ്യാച്ചന് കൊച്ചുകുട്ടി കുടുംബസംഗമത്തിലേക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുടുംബസംഗമത്തിന് ഇത്രയും ഭംഗിയാക്കുവാനായി ഏറെ അധ്വാനിച്ച പ്രിയപ്പെട്ട സാജൻ, കുടുംബസംഗമത്തിന്റെ സെക്രട്ടറി സാജനാണ്. ഇതിന്റെ കാലം മുതൽ ഈ നിമിഷം വരെയും ഏറെ ഞങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കിയാൽ ഏറ്റവും അധ്വാനിച്ച വ്യക്തി പ്രിയപ്പെട്ട സാജനാണ്. ഏതാണ്ട് മുഴുവൻ സമയം കഴിഞ്ഞ ഏതാണ്ട് 2000 കാലത്തായി ഇതിനു വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്വാഗതം ആശംസിച്ച കുടുംബസംഗമത്തിന്റെ യോഗത്തിന്റെ സെക്രട്ടറിയായ പ്രിയപ്പെട്ട സാജനെ നിങ്ങളെ കുടുംബയോഗത്തിനുള്ള നന്ദി അറിയിക്കട്ടെ. ആശംസ അർപ്പിച്ച പ്രിയപ്പെട്ട സിസ്റ്റർ അയ്യോ, തീർച്ചയായും തന്റെ കർമ്മമണ്ഡലത്തിലെ ഏറെത്തിളങ്ങുവാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തിത്വമാണെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ദിവസത്തെ പരിചയം മാത്രമേ എനിക്ക് സിസ്റ്ററുമായി ഇവിടെ ഉള്ളുവെങ്കിൽ തീർച്ചയായും ഭാരത സഭയ്ക്ക്, കേരള കത്തോലിക്ക സഭയ്ക്ക് അനുഗ്രഹീതമായ ഒരു ജീവിതമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സിസ്റ്റർ അനുവിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാകളും നേരുന്നു. ആശംസ അർപ്പിച്ച പാലാക്കുളത്തിന്റെ പ്രസിഡന്റ് ശ്രീ DM പാലാക്കുള, കുടുംബയോഗ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് സ്നേഹം പ്രവർത്തിക്കുന്ന മത്തായിച്ചന്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായും നമ്മുടെ പാരമ്പര്യത്തിലേക്ക്, നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമ്മെ ഒത്തൊരുമയോടെ നടക്കുവാൻ സഹായിക്കുന്ന ആ വാക്കുകൾക്ക് ഈ കുടുംബസംഗമത്തിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. തുടർന്ന് ആശംസ അർപ്പിച്ച എൻ്റെ സഹോദരൻ ശ്രീ KT ജോബ്,
തീർച്ചയായും ഈ കുടുംബ യോഗ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ സഹോദരവും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന് നല്ല ഒരു ആശംസ പ്രസംഗം നിർവഹിച്ച എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ഗിരിജോവിനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാനം കൊണ്ട് കാരണസ്ഥാനത്തുള്ള വിജയൻ പ്രായം കൊണ്ട് കുറവെങ്കിലും വലിയ പൂർവ്വപിതാക്കളായ 5 അപ്പന്മാരിൽ അതിൻ്റെ ഇന്ന് ഏറ്റവും മുതിർന്ന തലങ്ങളിൽ ജീവിക്കുന്ന മുതിർന്ന ചെറുപ്പക്കാരനായ പ്രിയപ്പെട്ട കുഞ്ഞച്ചായനെ ഞങ്ങളുടെ ആദരിക്കുകയുണ്ടായി. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഈ കാര്യം അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടെ ഞാൻ വരും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളെ അംഗീകരിച്ച പ്രിയപ്പെട്ട കുഞ്ഞച്ചായനെ ഈ കുഞ്ഞോട്ടിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നത്. ഈ കുടുംബ സംഗമം ഈ ദിവസം നിങ്ങൾ ആലോചിച്ച രീതിയിൽ ഈ തീയതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട മറ്റത്തിൽ വേദിച്ചെന്ന് അറിയപ്പെടുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ്റെ ഓർമ്മ ദിനം കൂടിയാണ് ഈ പല ദിവസം. തീർച്ചയായും ഈ കുടുംബ സംഗമത്തിന് ഈ ആനന്ദത്തിലേക്ക് ഞങ്ങൾക്ക് ആനന്ദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പ്രചോദനമായിരുന്ന ബഹുമാനപ്പെട്ട ഞങ്ങൾ പ്രിയപ്പെട്ട മഠത്തിൽ ലഭിച്ച തീർച്ചയായും ഈ വേളയിൽ ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യസാന്നിധ്യം തീർച്ചയായും അദ്ദേഹം സ്വർഗത്തിലിരുന്ന് ഈ സമ്മേളനം സന്തോഷത്തോടെ വീക്ഷിക്കുന്നുണ്ടാവും എന്ന് തീർച്ച. ദൈവം നന്ദി അർപ്പിക്കട്ടെ. ഇവിടെ എല്ലാ പരിപാടികളും അവതരിപ്പിച്ച പ്രിയപ്പെട്ട കുട്ടികളുണ്ട്. ജോസഫ്, മിഷേൽ ഷമി തുടങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ നല്ല രീതിയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയുണ്ടായി. നല്ല ഡാൻസിലൂടെ നല്ല പാട്ടിലൂടെ അവർ നമ്മളെ ആനന്ദഭരിതരാക്കി. പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ കുടുംബ സംഘത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നത്. ഇനിയും എടുത്തു പറയേണ്ട കുറേ വ്യക്തികളുണ്ട്. ദൂരെ ഇരുന്നുകൊണ്ട് ചാനത്തുകൊണ്ടൊക്കെ ആയിക്കൊണ്ട് ഈ പ്രസ്ഥാനത്ത് ഈ കുടുംബ സംഗമത്തിന് വേണ്ടി എത്തിച്ച വളരെയേറെ പേരുണ്ട്. ഇവിടെ കൊണ്ടുവരാൻ നടത്തിയ ഇനി ഷമിയുടെ ഇനി അവധിക്കാലം ആഘോഷിക്കാൻ വന്നിട്ട് ഏതാണ്ട് കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുകയാണ്. ഷമി ഇവിടെ എത്തുന്നതിന് മുമ്പ് അത് ജോലി സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയുണ്ടായി. പ്രിയപ്പെട്ട ഷമിയോടും ഇനിയോടുള്ള പ്രത്യേകമായ സ്നേഹ ആദരവുകൾ അർപ്പിക്കട്ടെ. അതോടൊപ്പം ഞങ്ങളുടെ ട്രഷറായതുകൊണ്ട് ഇതിനുവേണ്ടി എത്തിക്കുന്ന ബഹുമാനപ്പെട്ട അജീഷ് ആന്റണിയെയും ദൂരെയായിരിക്കുന്ന അജീഷ് ആന്റണിയെയും പ്രത്യേകം ഞങ്ങൾ നന്ദിയോടെ നടക്കുന്നു. ദൂരെയായിരിക്കുന്ന ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ശുശ്രൂഷിക്കുന്ന ഹണി
ഓസ്ട്രേലിയ, ബെഞ്ചമിൻ ദുബായ്, ജെയിംസ് കുട്ടി ബംഗളൂരു, കൂടാതെ സുരേഷ് ജെയിൻ നാട്ടിലെത്തിയിട്ടില്ല. സുരേഷ് ജെയിന് ഇവിടെ എല്ലാവരും നന്ദിയോടെ ഈ അവസരം അനുസ്മരിക്കട്ടെ. നന്ദി അർപ്പിക്കുന്നു. ഇനി ദൂരത്തിൽ നിന്ന് എത്തിച്ചേർന്ന മലബാറിലും കണ്ണൂരിലും രാജക്കാട് കുമളിയിലും ഒക്കെ ഉള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെയേറെ ത്യാഗം സഹിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടെ നമുക്ക് ഒന്നിച്ചു കൂടണം, ഒന്നിച്ച് കാണുവാനുള്ള ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടണമെന്ന് ദൃഢനിശ്ചയത്തോടെ എത്തിച്ചേരുകയുണ്ടായി. ഇതിനു മുമ്പ് പലപ്പോഴും കാണാത്ത പല വ്യക്തിത്വങ്ങളും പല വ്യക്തികളും ഇന്ന് ഇവിടെ വെച്ച് ആദ്യമായി കാണുന്ന വ്യക്തികളുണ്ട് എന്ന് ചിന്തിക്കേണ്ടതില്ല. ഇന്ന് ആദ്യമായി തമ്മിൽ കണ്ട വ്യക്തികൾ ഉണ്ട് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. നമ്മുടെ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിയാണ് 2 ദിവസമായി നമുക്ക് കുട്ടികൾക്ക് പരിശീലനം നൽകിയ ശ്രീ മേരിച്ചൻ. സാജുവിന്റെ കൊച്ചുകുട്ടി സാജുവിന്റെ ഭാര്യ സഹോദരനായ മേരിച്ചൻ കഴിഞ്ഞ 2 ദിവസമായി കുട്ടികളുടെ പരിശീലനമായി കീബോർഡ് പ്രവർത്തിപ്പിക്കുന്നു. കീബോർഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട മേരിച്ചന് പുറക്കാട് അദ്ദേഹം നമ്മോട് കാണിച്ച ഈ സ്നേഹം കരുതലിന് കൊച്ചുകുട്ടി കുടുംബ സംഗമത്തിന് പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഇതിന് വേണ്ടി എത്തിച്ച പ്രസിഡന്റ്, അതുപോലെ ആഹാരം അറേഞ്ച് ചെയ്യുവാനായി ഏറെ എത്തിച്ചിട്ടുള്ള ബിജു കൊച്ചുവീടിൽ, അതോടൊപ്പം തന്നെ അനിയച്ചൻ കൊച്ചുവീടിൽ, തീർച്ചയായും അവരുടെ ആ പ്രവർത്തനങ്ങൾ ഇതിനുവേണ്ടി അവർ കാണിച്ച ആ സന്തോഷത്തിന് അല്ലെങ്കിൽ ആ സഹകരണത്തിന് പ്രിയപ്പെട്ട ബിജുവിനോടും അനിയച്ചനോടുള്ള സ്നേഹം അറിയിക്കട്ടെ. നമ്മുടെ സ്റ്റേജിൽ കട്ടൻ അറേഞ്ച് ചെയ്ത ഷാജി കുമാർ, മൈസൂരിൽ നൽകിയ മാസ്റ്റർ സൗണ്ട്സ്, ഏവർക്കും പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായും ഇനി ഒരേ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒരു വാക്ക് കൂടി ഇന്നിവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ഒരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ സന്തോഷങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ ഈ കുടുംബ സംഗമത്തിലെ, ഈ കുടുംബ യോഗത്തിലെ ഭാരവാഹികളെ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സന്തോഷങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ ഏത് അവസരങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതൊരു ചടങ്ങായി, ആഘോഷമായി ആഘോഷിച്ച് കടന്നു പോകുന്ന ഒരു കൂട്ടായ്മ അല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. തീർച്ചയായും ഹൃദയത്തിൽ തൊട്ട്, അല്ലെങ്കിൽ ഹൃദയം വളരെ സംസാരിക്കുകയാണ്. തീർച്ചയായും ഇവിടെ എത്ര ജോലിയായിരുന്നാലും കുടുംബത്തിൽ ചെറിയ സന്തോഷമായിട്ടുണ്ട്. ഒരു കുട്ടിയുടെ മാമോദിസ മുതൽ വിവാഹം, മരണം, അങ്ങനെ ഏത് അവസരങ്ങളിലും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ കോൾ എങ്കിലും നൽകണമെന്ന് ഒരു അപേക്ഷയുണ്ട്. തീർച്ചയായും അതിനുള്ള ഫോൺ നമ്പറുകൾ തീർച്ചയായും ലഭിക്കുന്നതാണ്. ഇവിടെ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. എത്തിച്ചേർന്ന പങ്കെടുത്ത് വേദിയിൽ സദസ്യമായതുകൊണ്ട് ഈ പരിപാടിയെ അങ്ങേയറ്റം വിജയിപ്പിച്ച ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ, ഒരു യോഗത്തിന്റെ ഭാഷയിൽ, ഒരു യോഗത്തിന്റെ കീഴിൽ ഹൃദയ നന്ദി അർപ്പിച്ചുകൊണ്ട്
ചെറിയ ഉപഹാരങ്ങൾ നമ്മൾ കരുതിയിട്ടുണ്ട്. അത് നമ്മൾ വിട്ടുപോയി അതിപ്പോൾ പഠിക്കുന്നതായിരിക്കും. ഉപഹാരങ്ങൾ നൽകി നമ്മുടെ കുഞ്ഞു മക്കളെ പ്രോത്സാഹിപ്പിക്കാനായി സിസ്റ്റർ അനു കൊച്ചുവീട്ടിനെ ക്ഷണിക്കും. ദിൽസ എൽസ ജോർജ്, കേസി ജോസഫ്, മിഷേൽ ഷർലി, സിസ്റ്റർ നാമി രേഖപ്പെടുത്തുകയാണ്. ഇനി കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും പ്രസിഡന്റ് അനിയച്ചൻ കൊച്ചുവീട്ടിൽ, വൈസ് പ്രസിഡന്റ് ജോർജ് കൊച്ചുവീട്ടിൽ, സെക്രട്ടറി സാജൻ കൊച്ചുവീട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ബിജു കൊച്ചുവീട്ടിൽ, ട്രഷറർ അജീഷ് കൊച്ചുവീട്ടിൽ. മറ്റ് കമ്മിറ്റി അംഗങ്ങൾ അടുത്തതായി സ്നേഹവിരുന്നാണ്. എല്ലാ കുടുംബാംഗങ്ങളെയും ഇവിടെ ഇരിക്കുന്ന സ്നേഹവിരുന്നിലേക്ക് അതീവ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്കറിയ 1876, ഇയോ 1879. ഈ 5 ആൺമക്കളുടെ പിന്തലമുറക്കാരാണ് ഇവിടെ ഇപ്പോൾ കൂടിയിട്ടുള്ളത്. ആദ്യം ഔസേപ്പ് എന്ന ആ പിതാവിൻ്റെ മകനാണ് ഉലഹന്നാൻ, അല്ലെങ്കിൽ കുട്ടിക്കൊച്ച് എന്നറിയപ്പെടുന്ന ഉലഹന്നാൻ. ആ കുടുംബം ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വരിക. മത്തി നാളെ കൊടുക്കാൻ പറ. ഉലഹന്നാൻ എന്ന ബെനിച്ചൻ്റെ ഭാര്യ എത്തുക. ബെനിച്ച് അവിടെ ഇരിക്കട്ടെ. തീർച്ചയായും പെട്ടെന്ന് വരിക. ബിന്ദു ജോർജ്
ബിന്ദു വേഗം വരിക. ഇവരുടെ ഭാര്യമാരെ ഉദ്ദേശിക്കുന്ന കുട്ടികളടക്കം എല്ലാവരും എത്തുക. ഈ പറഞ്ഞ സാലു ചേട്ടാ കരയാൻ പോവാത്തോന്ന് അതിന് സമയത്ത് ഗാന്ധി പേയ്മെൻറ്റ് കിട്ടാൻ ഇതൊക്കെ അല്ല ഈ സമയത്ത് ഗാന്ധി ചെല്ലായിരുന്നു 30 എടുപ്പായിരുന്നു. സാർ ഒരു സെക്കൻഡ് ഉണ്ണി ഒരു പാട്ട് പാടും. ഉണ്ണി പാട്ട് പാടും. ഉണ്ണി പാട്ട് പാടും. ഉണ്ണി പാട്ട് പാടും. കുടുംബമാണ് ഉദ്ദേശിക്കുക. ഇവിടെ സാജൻ ആയി ബന്ധപ്പെട്ട സാജന്റെ അതിലിറങ്ങിപ്പെട്ട അതിൽ ചെന്നു അവൻ അതിലും കുടുംബങ്ങളെ പരിചയപ്പെടുത്തുവാൻ സാഹചര്യം കടന്നു വരുന്നു. ഇത് എൻ്റെ അമ്മ പപ്പ മരിച്ചുപോയി. അതിനുശേഷം രണ്ടാമത്തെ മകൻ യുവച്ചൻ്റെ ഭാര്യയാണ്. യുവച്ചൻ മരിച്ചുപോയി. യുവച്ചൻ്റെ മക്കളാണ് ഷോണി, ഷിബു, ഷോണിയുടെ 3 മക്കൾ, ഷോണിയുടെ വൈഫ്, ഷിബുവിൻ്റെ മക്കൾ. അടുത്തത് കുഞ്ഞ് എന്ന് പറഞ്ഞ പുള്ളി ഒറീസയിലാണ്. അവർ പ്രത്യേകിച്ച് വന്നിട്ടില്ല. ജോസ് എന്ന് പറഞ്ഞ ആൾ പാരാലിസിസ് വന്ന് സ്ട്രോക്കിന് ശേഷം പാരാലിസിസ് വന്നു അവസ്ഥയിലാണ്. അതാണ് അവരുടെ കുടുംബത്തിൽ ആരംഭിക്കുക. പിന്നെ എൻ്റെ ഇടയ ബേബി എന്ന് പറയുന്നത് ഇന്ന് 8ാമത്തെ ജന്മവാർഷികമാണ്. ബീബാറിൻ്റെ ഭാര്യ സിസിലിയാണ്. മക്കള് അരുണിൻ്റെ ഭാര്യ, മകൻ ബീബാറിൻ്റെ ഇടയ മകൻ അരുൺ. മൂന്നാമത്തെ പിതാവ് ഉലഹന്നൻ 1774 ജനിച്ച ഉലഹന്നൻ. ഇവിടെ മക്കളെ ഉലഹന്നൻ എന്നറിയപ്പെടുന്ന കുഞ്ഞപ്പൻ, ഔസേപ്പ് എന്നറിയപ്പെടുന്ന കുട്ടപ്പൻ, വർഗീസ് എന്നറിയപ്പെടുന്ന കൊച്ചൻ. ഇവരുടെ മക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ 3 കുടുംബ അംഗങ്ങൾ ഇതിലേക്ക് കടന്നു വരിക. ഇവരെ ഷമിയും അജീഷും ഒക്കെ ചേർന്ന് പരിചയപ്പെടുത്തുന്നു. മൂന്നാമത്തെ മകനായ ലഹനന് 3 ആൺമക്കൾ. ലഹനൻ, കുഞ്ഞപ്പൻ, ഔസേപ്പ്, കുട്ടപ്പൻ, വർഗീസ്, കൊച്ചൻ. ഈ 3 പേര് രാജക്കാട്, കുമളി എന്നീ പ്രദേശങ്ങളിലായി താമസിക്കുന്നു. സൗത്ത് പാമ്പാടിയിൽ താമസിക്കുന്നു. ഷമ്മി ഇവരെ പരിചയപ്പെടുത്തുന്നു.
എൻ്റെ പേര് ആന്റണി, അന്തോണിച്ചെന്ന് വിളിക്കും. ഇത് ഭാര്യ ബീന, ഇത് എൻ്റെ രണ്ടാം അവൻ അജീഷ്, അവൻ്റെ വൈഫ്, പിന്നെ എൻ്റെ ചേട്ടത്തി, ഇത് ചേട്ടൻ്റെ ഭാര്യ, ഇത് ഏട്ടൻ്റെ മൂത്ത മകൻ, അത് രണ്ടാമത്തെ മകൻ, ഇത് മൂത്തവൻ്റെ ഭാര്യ, അത് രണ്ടാമത്തെ മകൻ്റെ ഭാര്യ. ഇതെൻ്റെ ചേട്ടൻ്റെ മരിച്ചുപോയ തങ്കപ്പൻ്റെ മകൻ ബിജു, അവൻ്റെ ഭാര്യ, അവൻ്റെ ഭാര്യ, മക്കൾ. പിന്നെ മമ്മിയുടെ രണ്ട് മക്കളിൽ ഒരാൾ ഷോണ്, ഒരാൾ മിഷേൽ. ഇത് സജിയുടെ മകൻ സഞ്ജു. കണ്ടില്ല. ഞാൻ സുന്ദരി കുട്ടിയിൽ വിളിക്കും. ഇത് അവൻ്റെ രണ്ടാമത്തെ കൊച്ച്. പിന്നെ ഇവരെ എൻ്റെ അപ്പാപ്പൻ്റെ മക്കളാണ്. അവിടെ ഗായക്കാട്ട് വന്നിരിക്കുന്നതാണ്. ജോസ്, അപ്പച്ചൻ, ഇത് മോള്, അതെ. ഇത് പുള്ളി അവരുടെ മകളെ എലിക്കുട്ടിയുടെ ഇത് മൂത്ത മകൻ കുഞ്ഞിൻ്റെ മകൻ. അങ്ങനെ ഇപ്പോൾ ഒരു കളയ മകനെ അപ്പത്തിൻ്റെ പോയി. എൻ്റെ പേരപ്പൻ്റെ മകൻ തങ്കപ്പൻ, മെച്ചുമ തങ്കപ്പൻ്റെ ഭാര്യ കയ്യാമത്തെ ബിനോയ് വന്നിട്ട് ബിനോയുടെ ഭാര്യയും ഉള്ളത്. അടുത്തത് നാലാമത്തെ പിതാവ് സ്കലിയ, 1776 ജനിച്ച സ്കലിയ. അദ്ദേഹത്തിന് 2 പെൺമക്കളായിരുന്നു, ത്രസ്യാമ, ആന്യമ്മ. ത്രസ്യാമയെ ദേവസ്യ വിവാഹം കഴിച്ച് കൊച്ചു വീട്ടിൽ താമസിച്ചു. ആ ദേവസ്യയുടെ പരമ്പരയിൽപ്പെട്ട ഞാൻ ഉൾപ്പെടുന്ന ഈ കുടുംബം ബ്രഹ്മാക്കളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ എൻ്റെ അച്ഛൻ ഉൾപ്പെടുന്ന 5 ആൺമക്കൾ. ഏറ്റവും മൂത്ത കല്യാൺകുട്ടി ഏതാണ്ട് 2 മാസം മുമ്പ് ഡെറാഡൂണിൽ വെച്ച് മരണപ്പെട്ടു. അരീക്കുഴി പള്ളിയിൽ കബറടക്കി. രണ്ടാമത്തെ വാപ്പിച്ചാച്ചി ചെറുപുഴ താമസിക്കുന്നു. വാപ്പിച്ചാച്ചിക്ക് ഒരു മകൻ ജോയിച്ചൻ. എൻ്റെ പിതാവിൻ്റെ സഹോദരൻ ജോയിച്ചൻ, ഭാര്യ ചേച്ചി അവിടെയുണ്ട്. മോനെ വായിക്കുന്നു. ചെറുപുഴയിൽ താമസിക്കുന്നു. മൂന്നാമത്തെ അപ്പനായ ദേവസ്യ കുഞ്ഞച്ചി എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ല. നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാം ബന്ധപ്പെട്ട് ബാംഗ്ലൂർ വരെ പോകേണ്ടി വന്നതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല. കുഞ്ഞച്ചിക്ക് 3 ആൺമക്കൾ. അതിൽ മൂത്തയാൾ ഞാൻ. എൻ്റെ പേര് ജോർജൻ. എൻ്റെ ഭാര്യ റാണി. മൂത്ത മകൻ ഡെനിസൺ +2, സെക്കൻഡ് ഡെനിസൺ +1, തേർഡ് ദിൽസ 10th. എനിക്ക് എൻ്റെ അനിയൻ ജെയും ഭാര്യ ഷൈനിയും 2 മക്കളുമുണ്ട്. അവർ UK ആണ്. ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട്. അവരോടൊപ്പമാണ് എൻ്റെ ചാച്ചി തമ്മി ബാംഗ്ലൂരിൽ പോയിട്ടുള്ളത്. ഒരു അനിയനും കൂടിയുണ്ട്, സുരേഷ്. അയർലൻഡിലാണ്. ദൂരെ നിന്ന് ഈ കുടുംബയോഗ പ്രവർത്തനങ്ങളെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന സുരേഷ്, അവരുടെ ഭാര്യയും 2 കുട്ടികളും അയർലൻഡിലാണ്. നാലാമത്തെ പിതാവ് ഇയോച്ചൻ പരിചയപ്പെടുത്താൻ തന്നെ തന്നെ വൈകിയിരിക്കുന്നു.
ഞാൻ മുണ്ടകയിൽ താമസിക്കുന്നു. എനിക്ക് ഇപ്പം 3 മക്കളുണ്ട്. 2 ആണും 1 പെണ്ണും. നാലാമത്തെ എൻ്റെ അച്ഛൻ്റെ സഹോദരൻ, 5ാമത്തെ സഹോദരൻ കുഞ്ഞിയൂട്ടി കളിപ്പുറത്തിൽ പേരാമൂരിൽ താമസിക്കുന്നു. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവൻ്റെ 2 ആൺമക്കളുണ്ട്. ഒരാൾ ഹണി ഓസ്ട്രേലിയ, 2ാമത്തെ ബെഞ്ചമിൻ ദുബൈ. അതുകൊണ്ട് പേര് ചേർന്നില്ല. അപ്പോൾ അവൻ്റെ അമ്മാമ്മ ഒറ്റ കാലഘട്ടം എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ളത് 5 അപ്പന്മാരിൽ അവസാനത്തെ ഇയോ അല്ലെങ്കിൽ കുട്ടിപ്പാപ്പൻ എന്നറിയപ്പെടുന്ന 5ാമത്തെ അപ്പൻ്റെ ഫാമിലി അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഇയോ എന്ന കുട്ടിപ്പാപ്പന് 4 ആൺമക്കൾ, ദേവസ്യ, കുഞ്ഞച്ചൻ, അന്നമ്മ പെൺകുട്ടി, ഇയോച്ചൻ, ത്രസ്യാമ്മ, കുഞ്ഞുഞ്ഞൻ, കുഞ്ഞപ്പൻ, മറിയാമ്മ, ഇത്രയും മക്കളാണുള്ളത്. ഇതിൽ കുഞ്ഞുഞ്ഞൻ എന്ന മകൻ മാത്രം ഇപ്പോൾ ജീവിക്കുന്നു. അദ്ദേഹത്തെയാണ് നമ്മൾ ആദ്യം ആദരിച്ചത്. കുഞ്ഞുഞ്ഞൻ ആ വലിയ പിതാവിന്റെ 5 മക്കളിൽ 4 ആൺമക്കളിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കുന്നു. ഈ കുഞ്ഞുഞ്ഞച്ചായൻ അച്ചായന്റെ മൂത്ത മകൻ തങ്കച്ചന്റെ ഭാര്യ, മകൾ, ഒരു സിസ്റ്റർ, മകൾ അഞ്ചു, ബികോമിൽ പഠിക്കുന്ന അഞ്ചു, അനിയൻ ഇവിടെ പറഞ്ഞ തങ്കച്ചൻ, കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ഈ അമ്മമാരുടെ മൂത്ത ജ്യേഷ്ഠന്റെ മകനാണ് ബിനുവിന്റെ ഭാര്യ, 2 മക്കൾ. ഇവര് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. നെടുമുതൽ താമസിക്കുന്നു. നമ്മൾ കണ്ടെത്താൻ അതിന് വഴി എന്ന് ഇത് മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിന്റെ അടുത്ത് നെടുമുതൽ താമസിക്കുന്നു. ശ്രദ്ധിച്ച് കാണുന്നു. അവരുടെ തമ്മിൽ അറിയാൻ വയ്യാത്ത പ്രശ്നമുണ്ട്. ആരാരുടെ മക്കളാണ്. തീർച്ചയായും പലപ്പോഴും ചെറുപ്പത്തിലെ മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ മാറി താമസിച്ചത് കാരണം മാത്രമല്ല കൂടെ താമസം മാറ്റുകയും ചെയ്തത് കാരണം പരസ്പരം അറിയാനും പരിചരിക്കാനും സാധിക്കാതെ പോയതാണ്. തീർച്ചയായും ഇനിയുള്ള കുടുംബ സമൂഹങ്ങളിലെ ആഘോഷങ്ങളിലെ തീർച്ചയായും നിങ്ങൾ സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. പരസ്പരം ഫോൺ നമ്പർ വാങ്ങി നമ്മുടെ ചെറുപ്പക്കര ഐതിഹ്യ കുടുംബവുമായി ബന്ധപ്പെട്ട് എളുപ്പമാരുടെ അമ്മ ഐതിഹ്യ കുടുംബത്തിലെയാണ്. അതിന് മുമ്പ് അല്പം കൂടി മുമ്പോട്ട് പോയ കൊല്ലകര ഫാമിലിയുമായി ബന്ധപ്പെട്ട് കൊല്ലകര അമ്മ വീട് കൊല്ലകര. ഈ കുട്ടിപ്പാപ്പൻ വീട്ടിലിരിക്കുന്നത് കൊല്ലകരയാണ്. അതിനുശേഷം ഐതിഹ്യത്താണ് അമ്മത്തിലെ അമ്മ. എല്ലാവർക്കും നന്ദി അർപ്പിക്കട്ടെ. ഏകദേശം മനസ്സിലായി പഠിക്കുന്നു. 1940 ജനിച്ച ഇലക്കത്താൻ എന്ന വലിയ പിതാവിന്റെ വിദ്യാഭ്യാസത്തിൽ 5 മക്കളെയാണ് പരിചയപ്പെടുന്നത്. അവസരത്തെ ചാക്കോ, ഇലക്കത്താൻ, സ്കറിയ, ഇയോ. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കമാണ്. തുടർന്ന് ഇവിടെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ കൂടുന്നുണ്ട്. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ
ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫോൺ മുഖേന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാട്സാപ്പ് നമ്പർ നൽകുകയാണെങ്കിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മെസ്സേജുകളെ കൈമാറുവാൻ സാധിക്കും. പരസ്പരം ഫോൺ നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോകണം. അടുത്ത വർഷവും ഇതുപോലൊരു സംഗമം നമ്മൾ പ്രതീക്ഷിക്കുന്നു.